അസ്സലാമു അലൈക്കും. നമ്മുടെ 18 വർഷത്തോളമായിട്ടുള്ള 18ാമത്തെ നമ്മുടെ സ്കൂളിൻ്റെ വാർഷികമാണ്. കുട്ടികളുടെ ഫെസ്റ്റാണെന്ന് കുട്ടികളുടെ പ്രോഗ്രാമും മറ്റും കാണാനുള്ള ആകാംക്ഷയോടുകൂടി ഇരിക്കുന്ന ഈ സമയത്ത് നിങ്ങളോട് ഏറെ ഒന്നും പറയാനില്ല. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയ നമ്മുടെ സ്റ്റേജിലും സദസ്സിലും ഉള്ള എല്ലാവരെയും നമ്മുടെ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും എല്ലാവിധ സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ രക്ഷകർത്താക്കൾ അവരുടെ മക്കളെ ധൈര്യപൂർവ്വം നമ്മുടെ സ്കൂളിലേക്ക് അയക്കുന്ന എല്ലാവർക്കും എല്ലാവിധ നന്മകളും അറിയിക്കുകയാണ്, സ്നേഹം അറിയിക്കുകയാണ്. 18 വർഷമായി നമ്മുടെ നാട്ടിൽ ഒരു സ്കൂള് ഉണ്ട് എന്നുള്ളത് ഒരുവിധം ആർക്കും അറിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വളരെ കുട്ടികൾ കുറച്ചേ ഉള്ളൂ. ആ കുട്ടികളെ വെച്ച് നമ്മൾ പറ്റുന്ന പോലെ നമ്മുടെ ടീച്ചേഴ്സൊക്കെ വേണ്ടുന്ന പോലെ അവരെ പഠിപ്പിച്ച് നല്ല നിലയെത്തിക്കാനൊക്കെ പരിശ്രമം ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഫുൾ സപ്പോർട്ട് നമുക്കുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു സ്കൂള് വേണം എന്ന് പറഞ്ഞിട്ട് 18 വർഷം മുമ്പ് 2005 ഒരു ടീം നമ്മളെ സമീപിക്കുകയും അതിനടിസ്ഥാനത്തിൽ നമ്മൾ അതിനു വേണ്ടി ഒരു അവസരം ചെയ്തു കൊടുക്കുകയും ആണ് സ്കൂളിൻ്റെ തുടക്കം. ആ സമയത്ത് ഈ ഭാഗത്ത് വന്നപ്പോൾ നമ്മളെ സമീപിക്കുകയും അതിന് വേണ്ട സൗകര്യങ്ങൾ നമ്മളെ ഏർപ്പാടാക്കി കൊടുക്കുകയും ചെയ്തു അവർക്ക്. അതിനുശേഷം അത് തുടർന്ന് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായപ്പോൾ അത് നമ്മൾ ഏറ്റെടുത്തു. നമ്മുടെ ഒലിവിൻ്റെ ട്രസ്റ്റ്, യൂണിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് അതിനെ ഏറ്റെടുക്കുകയും യൂണിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് ഏറ്റെടുത്ത് അതിനെ കഴിയുന്ന പോലെ നമ്മളത്ര വലുതായി അല്ലെങ്കിൽ വേണ്ട പോലെ വലിയ സംഭവമായി ഒന്നും പറയണില്ല, എങ്കിലും നമ്മുടെ കഴിവ് വെച്ച് മാക്സിമം നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് തുടർന്ന് കൊണ്ടുപോകാൻ വയ്യാതായപ്പോൾ അത് നമ്മൾ ഏറ്റെടുത്തു. ഇത്രയും കാലം 18 വർഷക്കാലം 2 വർഷമാണ് അവർ നമ്മുടെ ഒപ്പം ഉണ്ടായത്. അതിനുശേഷം അത് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നപ്പോൾ നമ്മൾ ഏറ്റെടുക്കുകയും ഇത്രയും കാലം നമ്മളത് കൊണ്ടു നടക്കുകയും ചെയ്തു. വളരെ ഭംഗിയായി തന്നെ ഇപ്പോഴും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ആ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അത് ട്രസ്റ്റ് അതിൻ്റെ വേണ്ട പോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഒക്കെ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അതിനുണ്ട്, അതിനൊക്കെ സ്നേഹവുമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാം ആവശ്യമാണ്. അത് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വർഷം നമ്മൾ 8ാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കുറേ ആളുകളുടെ ആവശ്യപ്രകാരം കുട്ടികൾക്ക് ഇവിടുന്ന് പോകുമ്പോഴൊക്കെ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ പറഞ്ഞ കാരണം നമ്മൾ ഈ വർഷം 8ാം ക്ലാസ് തുടങ്ങാം എന്നുള്ള കാര്യം കൂടി നമ്മൾ തീരുമാനിച്ചു. നമ്മൾ ടീച്ചേഴ്സുമായി സംസാരിച്ചപ്പോൾ അവരതിന് തയ്യാറാണ്, അവരത് കൊണ്ടു നടക്കാൻ തയ്യാറാണ്. അപ്പോൾ നമ്മൾ അതിനുള്ള സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും കൂടി വേണം. കുട്ടികളെ അയക്കണം. അത് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതാണ്. രക്ഷിതാക്കളൊക്കെ അതിനുവേണ്ടി സഹകരിക്കണം. മാത്രമല്ല നമ്മുടെ അയൽപക്കത്തുള്ള ആളുകളെ കൂടി അതിലേക്ക് കൊണ്ടുവരാൻ, ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ നിന്നൊക്കെ വണ്ടികളൊക്കെ അയക്കുമ്പോൾ വണ്ടിയിലേക്ക് നമുക്ക് കുറച്ചുകൂടി കുട്ടികൾ കൂടുതലുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്കറിയാം ഈ സ്കൂളിൻ്റെ നടത്തിപ്പിന് ഈ വണ്ടി സൗകര്യമാണ് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന കാര്യം. ആ വണ്ടി സൗകര്യത്തിന് നമുക്ക് ചിലവ് കുറയ്ക്കണമെങ്കിൽ നമ്മുടെ അടുത്തുള്ള കുട്ടികളും കൂടി അതിൽ കൂടെ വരികയാണെങ്കിൽ അവരൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ സ്കൂളിലേക്ക് അയക്കുകയാണെങ്കിൽ ഒരുപാട് നമുക്ക്
വാടക ഇനത്തിലൊക്കെ ഒരുപാട് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതിനൊക്കെ നിങ്ങളുടെ സഹായങ്ങൾ ആവശ്യമാണ്. ക്യാൻവാസ് ചെയ്യുക, നിങ്ങൾ മറ്റുള്ള കുട്ടികളെ പറഞ്ഞയക്കാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ സൗകര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അതിന് വേണ്ട രക്ഷിതാക്കളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളുടെ സപ്പോർട്ട് കൂടി ഇങ്ങോട്ട് എത്തിച്ചാലേ നമുക്ക് ആ വക കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാനും കാര്യങ്ങളൊക്കെ സാധിക്കുള്ളൂ. മാത്രമല്ല, നമ്മൾ ഇവിടെ ഈ വർഷം നമ്മൾ തുടങ്ങാൻ പോകുന്ന വർഷം നമ്മൾ 10 കുട്ടികളെ നമുക്ക് പാവപ്പെട്ട അർഹരായ കുട്ടികളെ തിരഞ്ഞെടുത്ത് അവർക്ക് ഫ്രീ ആയി പഠിപ്പിക്കാം. ഒരു വർഷം നമുക്ക് LKG കുട്ടികൾക്ക് ചിലവ് വരുന്നത് ഏകദേശം 25,000 രൂപയാണ്, നമ്മൾ യൂണിഫോം ബുക്സ് എല്ലാം കൂടി. അപ്പോൾ അവർക്ക് പൂർണ്ണമായും ഫ്രീ ആയി നമ്മൾ 10 കുട്ടികളെ അർഹരാണെന്ന് കണ്ടാൽ അവർക്ക് 10 കുട്ടികളെ അവരെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാം. കാരണം നമ്മുടെ ഇവിടുത്തെ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുവന്ന് അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്ത് അവരെ മറ്റുള്ള കുട്ടികളെ പോലെ പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളാണെങ്കിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് നമുക്കതിലുള്ളത്. 10 കുട്ടികളെ നമുക്ക് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അടുത്ത വർഷത്തേക്ക് അഡ്മിഷനായിട്ട് വരുന്ന നമ്മുടെ മഹലിലോ പള്ളിയുടെ മാനേജ്മെൻറ്റോ ഒക്കെ നമ്മളെ അന്വേഷിച്ച് അവർക്കത് അർഹരാണെന്ന് കണ്ടാൽ അവർക്ക് പൂർണ്ണമായും നമ്മൾ ഫ്രീ ആയി നമുക്ക് പഠിപ്പിക്കാനുള്ള സൗകര്യം നമുക്ക് ചെയ്തു കൊടുക്കാം. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ഇവിടെ പൂർണ്ണമായും അറബിക് ഒരു വിദ്യാഭ്യാസം നമ്മളിവിടെ ഏർപ്പാടാക്കിയിരുന്നു. അൽബിർ എന്നാണ് ആ സ്ഥാപനത്തിൻ്റെ പേര്. ഒരുവിധം ആളുകൾക്ക് അറിയാമെന്ന് വിചാരിക്കണം. അതിൻ്റെ ഫെസ്റ്റൊക്കെ നമുക്കിവിടെ കഴിഞ്ഞു. വളരെ ഭംഗിയായി സൗത്ത് സോണിൻ്റെ ഫെസ്റ്റ് നമുക്കിവിടെ നടത്താൻ സാധിച്ചു. ഏകദേശം 10-18 സ്കൂളുകളിലെ കുട്ടികളും പങ്കെടുത്തു. കുറേ ആളുകളൊക്കെ ഇതിൽ പങ്കെടുത്ത ആളുകളുണ്ടായിരിക്കാം, കണ്ട ആളുകളുണ്ടായിരിക്കാം. അതിൻ്റെ എഡ്യൂക്കേഷൻ തന്നെ ഫുൾ അറബിക്ക് അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾക്ക്, അത് കണ്ട ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അത് തികച്ചും നമ്മുടെ അതിൽ പഠിച്ചു വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഖുർആനും ഹദീസും അതുപോലെ തന്നെ പൂർണ്ണമായും അത് എഡ്യൂക്കേഷൻ ഫുള്ളാക്കി കഴിഞ്ഞാൽ ഏകദേശം 5 ഭാഷ സംസാരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിൻ്റെ സപ്പോർട്ടോടുകൂടി നമ്മൾ ആ അൽബിർ അതിൻ്റെ ഫ്രാഞ്ചൈസി നമ്മുടെ സ്കൂളിലേക്ക് എടുക്കുകയും നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു അവസരം ഇവിടെ ഒരുക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുള്ള ടീച്ചേഴ്സും മറ്റുമൊക്കെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ തികച്ചും വ്യത്യസ്തമാണ്. അതിൻ്റെ പഠിപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾക്ക് വന്ന് കണ്ട്, കഴിഞ്ഞ വർഷം വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്കിലും നമുക്ക് ആ വിദ്യാഭ്യാസം ഇവിടെ കൊടുക്കുക എന്നുള്ള ആഗ്രഹത്തോടെ നമ്മൾ ആ സംഗതി ഏറ്റെടുക്കുകയും അൽബിറിനെ നമുക്ക് അടുത്ത വർഷം ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെയൊക്കെ സഹായം അതിനോടുകൂടി വേണ്ടതുമാണ്. നിങ്ങളെല്ലാവരും കുട്ടികളെയൊക്കെ അതിനു വേണ്ടി അയക്കുക. നമുക്ക് ആ ഒരു മേഖല കൂടി നന്നാക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ നാട്ടിലെ മക്കൾക്ക് വേണ്ടി പഠിക്കാനുള്ളൊരു അവസരം കൊടുക്കുമ്പോൾ അതിനൊക്കെ ഉപയോഗപ്പെടുത്താൻ നിങ്ങളെല്ലാവരും ശ്രമിക്കുക. തീർച്ചയായും നമ്മൾ ഈ ഒരു സ്ഥാപനം നമ്മൾ വലിയ ലാഭോദ്ദേശത്തോടു കൂടി തുടങ്ങിയതല്ല എന്ന് ഇവിടെ പരിചയമുള്ള ആളുകൾക്കൊക്കെ അറിയാം. നമ്മൾ വലിയൊരു കൊള്ളലാഭം വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് നടത്തിപ്പിൻ്റെ കാര്യത്തിന് തന്നെ നമ്മൾ അങ്ങനെയോ നടന്നു പോകണു എന്നല്ലാതെ പഠിച്ചവൻ്റെ വേണ്ടുകൊണ്ട് നമ്മളതിങ്ങനെ കഷ്ടിച്ച് കൊണ്ടുപോകുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം. പലർക്കും അത് നിങ്ങളുടെ ഓരോ കുട്ടികളെ എടുത്ത് നോക്കുമ്പോൾ അത് ഫീസിൻ്റെ കാര്യത്തിലായാലും മറ്റൊക്കെ വലിയ ഭാരമായിട്ട് തോന്നുന്നുണ്ടാവാം. പക്ഷേ ഇവിടുത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഒരു വലിയൊരു ഭാരം ഏൽപ്പിക്കേണ്ട എന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്ന് അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് കുട്ടികളെ അയച്ചാൽ മാത്രമേ അതിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് അതിൻ്റെ മുകളിൽ ഇളവോ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനൊക്കെയുള്ള അവസരങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ മക്കൾക്കും പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ, ഒരവസരം ഇവിടെ ഒരുക്കി തരുമ്പോൾ നിങ്ങളൊക്കെ മക്കളെ അയച്ചാൽ മാത്രമേ നമുക്കത് അതിൻ്റെ പൂർണ്ണ അർത്ഥത്തോടു കൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. ഇത്രയും കാലം നമ്മോടൊന്നിച്ച് സഹകരിച്ച രക്ഷകർത്താക്കൾക്കും മക്കൾക്കും അതുപോലെ തന്നെ ഇവിടെ അഹോരാത്രം പണിയെടുത്ത് അവരുടെ കഴിവിനെ കുട്ടികളിലൂടെ
കൊടുത്ത് അവരുടെ ടീച്ചേഴ്സിനും അതുപോലെ എല്ലാ നോൺ ടീച്ചിങ് സ്റ്റാഫിനും എല്ലാവർക്കും ഈ അവസരത്തിൽ എല്ലാവിധ സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്ന നമ്മുടെ സമസ്തയുടെ വടക്കാഞ്ചേരിയിലെ നേതാവ് നമ്മുടെ ശ്രീ കുഞ്ഞിത്തങ്ങൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ മഹല്ലിലെ കമ്മിറ്റി ഭാരവാഹികൾ, കാഞ്ഞിരക്കോട് കമ്മിറ്റി ഭാരവാഹികൾ, കാഞ്ഞിരക്കോട് മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ തന്നെ നമ്മുടെ പോലീസ് ഓഫീസർ സജീവ്, അതുപോലെ തന്നെ മറ്റ് മെമ്പേഴ്സ്, ട്രസ്റ്റ് മെമ്പേഴ്സ് ഉസ്മാൻ സാഹിബ്, ഇസ്മായിൽ, മുഹിയുദ്ദീൻ, അതുപോലെ ജമാൽ സാഹിബ്, കാഞ്ഞിരക്കോട് പള്ളി പ്രസിഡന്റ്, മറ്റുള്ള എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ ക്ഷണം സ്വീകരിച്ച് വന്ന എല്ലാവർക്കും സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ സ്ഥാപനം പടുത്തുയർത്താൻ വേണ്ടി തുടക്കം മുതലേ അഹോരാത്രം പണിയെടുത്ത് രാവും പകലും എന്ന പോലെ തന്നെ പണിയെടുത്ത എൻ്റെ പിതാവ്, എൻ്റെ വാപ്പ, അദ്ദേഹത്തെ ഈ അവസരം മാത്രമല്ല എല്ലാ സമയത്തും ഓർക്കുന്നുണ്ട്. ഈ സമയത്ത് പ്രത്യേകിച്ച് ഓർക്കുകയാണ്. എൻ്റെ ഒരു ബാക്ക് ബോൺ സപ്പോർട്ടായിരുന്നു എല്ലാ അർത്ഥത്തിലും. നേരത്തെ ഇവിടെ യോഗാധ്യക്ഷൻ അബ്ദുൽ സത്താർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുട്ടികളുടെ കലാപരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിൻ്റെ കലാരംഗത്തൊക്കെ പ്രശസ്തിയാർജിച്ച സലീം കോടത്തൂരിൻ്റെ കലാപ്രകടനവും നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഒരു എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പ്രഭാഷണത്തിന് ഒരിക്കലും പ്രസക്തിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒലീവ് ഇൻ്റർനാഷണൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂള് ഒരു സ്കൂൾ മാത്രമല്ല, ഇവിടുത്തെ ഒരു മത, സാംസ്കാരിക, സാമൂഹിക രംഗത്ത് പ്രശസ്തിയാർജിച്ച ഒരു കേന്ദ്രം കൂടിയാണ് ഒലീവ് ഇൻ്റർനാഷണൽ സ്കൂൾ. ഇവിടെ നടക്കാത്ത പ്രോഗ്രാമുകളൊന്നും ഉണ്ടാവുകയില്ല. നേരത്തെ അബ്ദുൽ സത്താർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി 10 വിദ്യാർത്ഥികളെ സ്പോൺസർഷിപ്പോടുകൂടി സൗജന്യമായി ഇവിടെ പഠിപ്പിക്കാനുള്ള ആ സന്മനസ് നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ CBSE സിലബസ് കൂടാതെ മറ്റൊരു സിലബസിൻ്റെ ഒരു സ്കൂൾ കൂടി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരം നിങ്ങൾക്കറിയാം. ഒലീവ് ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്. എല്ലാ വിഭാഗങ്ങൾക്കും ആവശ്യമുള്ള ഒരു നോളജ് അത് ഈ സ്കൂളിൽ നിന്ന് ലഭിക്കും എന്നതാണ് ഈ സ്കൂളിൻ്റെ പ്രത്യേകത. 10676 മതസ്ഥാപനങ്ങൾ നടക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഉന്നത വിദ്യാഭ്യാസ ബോർഡാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്. ആ വിദ്യാഭ്യാസ ബോർഡിൻ്റെ സിലബസ് അനുസരിച്ച് ഈ ഡിജിറ്റൽ യുഗത്തിൽ കുരുന്നുകളെ എങ്ങനെ ഭാഷാപരമായി മുന്നോട്ട് കൊണ്ടുപോകാനും സാംസ്കാരികമായി എങ്ങനെ ഉയർത്തണം എന്നതിനെ സംബന്ധിച്ചും വ്യക്തമായ ഒരു സിലബസോടുകൂടി മറ്റൊരു സ്കൂളും ഇവിടെ വർക്ക് ചെയ്യുന്നു. അതാണ് ഒലീവ് ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ പ്രത്യേകത. ഏത് ഭാഷകൾ വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുത്തുകൊണ്ട് കുട്ടികളുടെ വൈജ്ഞാനിക മേഖലകളെ പുരോഗമിപ്പിക്കാനുള്ള എല്ലാ കോച്ചിങ്ങും ഈ കേന്ദ്രത്തിൽ നടന്നു വരുന്നു. ഈ സ്കൂളിൻ്റെ നടത്തിപ്പുകാരായ അബ്ദുൽ സത്താറും അദ്ദേഹത്തിൻ്റെ സഹോദരൻ അബ്ദുൽ ഹംസാദും അവർക്കൊക്കെ പ്രചോദനമായിട്ട് അദ്ദേഹത്തിൻ്റെ പിതാവ്
പരേതനായ മുഹമ്മദ് ഹാജി ആ പിതാവിൻ്റെ പേരിൽ ഇവിടെ ഒരു എൻഡോൺമെൻറ്റ് അവാർഡ് പോലും നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ രാജ്യത്തെ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്ത് ഒരു മുതൽക്കൂട്ടായി ഈ സ്കൂൾ ഉയർത്തിക്കൊണ്ടുവരാൻ അവരുടെ ഫാമിലി കാണിച്ച ആ ഔദാര്യം നാം ഓരോരുത്തരും ഓർക്കേണ്ടതാണ്. അപ്പോൾ അൽബിർ സ്കൂളും ഒലീവ് ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ കീഴിൽ വളരെ വിപുലമായ രൂപത്തിൽ തന്നെ അടുത്ത അധ്യയന വർഷത്തിൽ പരിഷ്കൃതമായ ഒരു സംവിധാനത്തോടുകൂടി ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുട്ടികൾക്ക് അവരുടെ വൈജ്ഞാനിക ഉയർച്ചയ്ക്ക് വേണ്ടി ഏത് സിലബസ് വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം ഒലീവ് ഇൻ്റർനാഷണൽ ഉണ്ട്. ഇവിടെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടത് ഇവിടുത്തെ ടീച്ചേഴ്സിനെയാണ്. ഇവിടുത്തെ PTA കമ്മിറ്റിയും അവരാൽ കഴിയാവുന്ന രൂപത്തിൽ വളരെ മനോഹരമായ രൂപത്തിൽ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൻ്റെ ചെയർമാൻ അബ്ദുൽ സത്താറും അതിൻ്റെ ട്രസ്റ്റ് പ്രസിഡൻറ്റ് അബ്ദുൽ ഹംസാദും PTA പ്രസിഡൻറ്റ് ഡോക്ടർ നജ്മയും അതുപോലെ ഇവിടുത്തെ പ്രിൻസിപ്പാൾ ബാസുര അജിതയും അതുപോലെ അസിസ്റ്റൻ്റ് പ്രിൻസിപ്പാൾ നസീം ഉമർ ഫാറൂഖിനെയും പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Thank you, sir. Now, I kindly request Dr. Syed Mohammad Kunjutangal, the psychologist, to come on the stage. Please, sir. And I request our chairman, Abdul Sattar, sir, to honor him. On this occasion of 18th anniversary, I would like to welcome our chief guest, Sri Salim Kodatur, musical artist, our chairman, Sri Abdul Sattar sir, psychologist, Dr. Syed Mohammad Kunjutangal, our trust president, Sri Abdul Hamzaz, trust vice president, Sri Aisha Muhammad, our trust members, Sri Muhyiddin Atur, Sri Usman Kalatil, Sri Ismail Maliyekar, our PTA President Dr. Najma, PTA Secretary Sri Sajeev, PTA Member Sri Shafir Ambakadan, our Ustad Sri Hamza Anwari and other respected dignitaries on the dais. On this auspicious day, let us remember some of the great personalities who had put all their endeavors for the wonderful development of this Vidyalaya. Sri Toliyur Ustad, who laid the foundation stone of the Vidyalaya in 2006. Sri Muhammad Haji, the former president, also characterized as the Iron Man amongst our Olivium family, has provided his great efforts for the successful administration of this Vidyalaya. Sri Kunjivapu Haji is also one of the main personality that we should remember on this great day. So let us pray for their souls. For having a 1-minute prayer, I would kindly request all to rise from their seat and take a part in this. My dear students, parents, staff members, natives, well-wishers and friends, we are on the eve of 18th Annual Day and Kids Fest. With all your permission, I would like to present the annual report for the year 2023-24. By the great efforts
taken by our chairman Sri Abdul Sattar sir and the trust. The school has developed has many facilities and infrastructure. Our teachers are fully qualified and give a homely care for our students. Our students are good at learning and they are smart and energetic to participate in all activities of the school. School reopened on 1st June 2023. On that day, we arranged a welcome celebration. 3 class PTA and 1 PTA general body were convened. School leader election, minister selection, house formation were done. PTA executive committee was formed in June. PTA executive meeting is held on 30th of every month. All important days are celebrated, conducted all celebration and science exhibition, sports meet, fruits day. Classes for yoga and karate and dance started from the month of July. On the occasion of reading day, there was a book exhibition conducted in the Vidyalaya by Kumaranellore Library. In addition to this, a coloring competition and scholarship exam was organized in the Vidyalaya by All India Private School Association. The Vidyalaya was undergoing NSS camp programs during Christmas holidays. The students from 1 to 7 classes were arranged a one-day tour from Vidyalaya to Malambuzha on December 8th. A kids fest was arranged in the Vidyalaya for Alpir students on 7th January. 22nd of January, the Vidyalaya conducted Master Kid exam for kindergarten students. Off-stage programs conducted on January 30th and 31st. In Olive, we are not only monitoring our students' academic aspects, but also a strict care for their health is also ensured by the institution on an annual basis. As a part of this health campaign, our students were provided with warm tablets on February 8th. I am glad to announce that our Vidyalaya will be starting classes for 8th standard from the next academic year. But last, not the least, I hereby express my sincere gratitude to all parents, teachers, staffs, and my students of this Vidyalaya in their great cooperation for restructuring the Vidyalaya as it is today. Thank you all. Okay, I'm sorry, we have to stop in between. It's prayer time, so we will be back soon. So I assure that we will be entertaining you in some other way. All of you, please give a very big hands to him. Come on, it's not a small thing. It's a very big thing and it's a very big achievement where you all have to applaud him. Thank you, Shibil. Thank you very much. Thank you, sir. Hiba Fatima, AA. Hiba on stage, please. Hiba Fatima on stage. All of you, please give a very big hands. Give an applause. Sana Nasreen PS. Sana Nasreen PS. Fida Nasreen CS. Fida Nasreen. Come on, ladies and gentlemen, let's give a very big hands. Thank you, sir. Thank you, dears. Good evening. My name is Saida Faizul. I am studying UKG English action song. Sun, sun, Mr. Golden Sun, please shine down on me. Oh sun, sun, Mr. Golden Sun, hiding behind a tree.
These little children are asking you, please come down so they can play with you. On sun, sun, Mr. Golden Sun, please shine down on me. Oh moon, moon, brightens every moon, please shine down on me. Oh moon, moon, brightens every moon, hiding behind a tree. These little children are asking you, please come down so they can play with you. Oh moon, moon, brightens every moon, please shine down on me. Please shine down on me. Thank you. Good evening, ladies and gentlemen. A warm greetings to all. I fell short of words to express my emotions, my gratitude for the opportunity I have received to be the head boy of the school. First of all, I would like to thank the entire school management, who has shown immense faith in me by selecting me as the head boy of our prestigious institution. I find immense pleasure to welcome our chief guest, Mr. Salim Kodatur, musical artist, Sri Malika Suresh ma'am, our chairman, Sri Abdul Sattar sir, principal ma'am, vice principal, teachers, non-teaching staff, and my fellow friends. Let us pray that this function of annual day be a grand one with the blessing of Almighty. Once again, I welcome you one and all. Thank you. La la la, I'm so happy, oh so happy, sing with me. Clap, clap, clap your hands, clap, clap, clap your hands. Stomp, stomp, stomp your feet, stomp, stomp, stomp your feet. Sing, sing, sing your arms, sing, sing, sing your arms. Dance everybody and sing it with me. Dance everybody and sing it with me. La la la, I'm so happy, oh so happy, sing with me. Jump, jump, jump around, jump, jump, jump around. Touch the sky and touch the ground, touch the sky and touch the ground. Shake, shake, shake your hips, shake, shake, shake your hips. La la la, I'm so happy, oh so happy, sing with me. Clap, clap, clap your hands, clap, clap, clap your hands. Jump. Thank you. सभी को शुभ संध्या। आदरणीय मुख्य अतिथि सलीम कोड़तूर, प्रिंसिपल मैम, विद्यालय अध्यक्ष, सभी अतिथियों, अभिभावकों, शिक्षकों और मेरा साथियों सबको नमस्कार। आज यहाँ गड़ा होना और इस शुभ अवसर पर अभिनंदन भाषण देना मेरे लिए सम्मान की बात है। मैं अपने सभी सहपाठियों को हार्दिक बधाई देना चाहता हूँ। मैं हमारी प्रिंसिपल और शिक्षकों को धन्यवाद देना चाहता हूँ, जिन्होंने हमारे पढ़ाई और पर्यावरणों को हमको मदद करने के लिए समय निकाला है। इतना कहकर मेरा छोटा भाषण समाप्त करता हूँ। थैंक यू। ഫസ്റ്റ് KG സെക്ഷൻ തൊട്ട് 7th വരെയുള്ള നമ്മുടെ എല്ലാ കുട്ടികളുടെയും പരിപാടികൾക്ക് എല്ലാവർക്കും വലിയൊരു വെൽക്കം. ആൻഡ് ഇവിടുത്തെ ഒരു ഓർമ്മകൾ പറയുമ്പോൾ ഞാനിപ്പോൾ വേറൊരു സ്കൂളിലേക്ക് പോയ സ്റ്റുഡൻ്റാണ്. എന്നെ സംബന്ധിച്ചോളം ഇവിടുത്തെ ഓർമ്മകൾ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. അതേപോലെ തന്നെ ഓരോ കുട്ടികളും അത്രയും പഠിച്ച് വലിയൊരു നിലയിലെത്തട്ടെ എന്ന് കരുതുന്നു. എല്ലാവർക്കും വലിയൊരു വെൽക്കം. താങ്ക് യു. Dear parents, please applaud the child. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും പുഞ്ചിരി തൂകുന്ന കാട്ടുപൂവ്, മഴവില്ലു പോലെൻ്റെ മനസ്സിൽ തെളിയുന്നു
നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുന്നു നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം. ഹായ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സുഖമായിരിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. സ്റ്റേജിൻ്റെ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആദ്യം ഇനാഗറേഷൻ തന്നെ കയറാമെന്ന് കരുതിയത്. കുറച്ച് സമയം വൈകിയതിലുള്ള ക്ഷമ കൂടി നിങ്ങളോട് ഈ അവസരത്തിൽ ചോദിക്കുകയാണ്. സമയത്തിൻ്റെ ഒരു ചെറിയ വ്യത്യാസം വന്നതൊക്കെ ഈ മഗ്‌രിബിന് ശേഷമാണ് എല്ലാ സ്കൂളിലും അങ്ങനെ ഇനാഗറേഷൻ ചടങ്ങുണ്ടാവാറ്. അങ്ങനെ കരുതിയതുകൊണ്ടാണ് വൈകി. അതിന് ആദ്യം ക്ഷമ ചോദിക്കട്ടെ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഞാനേറെ ബഹുമാനിക്കുന്ന തങ്ങൾ ചെമ്പകത്ത്, അതുപോലെ തന്നെ ചെയർമാൻ, മറ്റ് സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, വലിയൊരു പ്രസംഗത്തിനൊന്നും ഇനി ഇവിടെ പ്രസക്തിയില്ല എന്നറിയാം. കാരണം ഇവിടെ എല്ലാവരും വന്നിരിക്കുന്നതൊക്കെ തന്നെ ഞങ്ങളുടെ മക്കളുടെ പരിപാടി എപ്പോൾ തുടങ്ങും, അവരുടെ പെർഫോമൻസ് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങൾക്ക് മുമ്പിൽ വലിയൊരു പ്രസംഗം കൊണ്ട് ഇനിയും നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേഗത്തിൽ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കും. ഇവിടെ എന്തിനെക്കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഇവിടെ നല്ല സദ്യയൊക്കെ ഇവിടെ വിളമ്പൽ കഴിഞ്ഞു. ഇനി അതിനുശേഷം ഒരു മോരുകറി വിളമ്പിയതിൽ കൊണ്ടൊന്നും വലിയ കാര്യമില്ലല്ലോ. കാരണം ഞങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ, എൻ്റെ സുഹൃത്തുക്കളുടെ പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ ഞങ്ങൾ ഓടിയെത്തുന്ന ബഹുമാനപ്പെട്ട വ്യക്തിത്വമാണ് ഇവിടെ ഇരിക്കുന്ന ഡോക്ടർ തങ്ങൾ ചെമ്പകത്ത്. അദ്ദേഹം പ്രസംഗിച്ചതിന് ശേഷം പ്രസംഗിക്കുമ്പോൾ അതിനേക്കാൾ വലിയ മരുന്നൊന്നും എനിക്ക് തരാനില്ല. പക്ഷേ എങ്കിൽ കൂടി എൻ്റെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച പ്രതിസന്ധികൾ, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച പരീക്ഷണങ്ങൾ, അതിലൂടെ ഞാൻ എങ്ങനെ വിജയിച്ച് ഇന്ന് ഈ നിങ്ങളുടെ സ്കൂളിൻ്റെ ഈ ഒരു ആനുവൽ ഡേ നടക്കുന്ന സമയത്ത് ഈ വേദിയിൽ ഒരു വിശിഷ്ട അതിഥിയായി എങ്ങനെ എത്തിയെന്നുള്ളതിൻ്റെ ചെറിയൊരു സാരാംശം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഞാൻ ആദ്യം ഒരു ചെറിയ കഥ പറയാം. ഒരു കൊച്ചു നാട്ടിലത്തെ ഒരു കഥ. ആ നാട്ടിലൊരു ചെറുപ്പക്കാരൻ്റെ കഥ. വളരെ പാവപ്പെട്ട ഒരു വീട്ടിൽ ഒരു ചെറുപ്പക്കാരൻ, അധികം വിദ്യാഭ്യാസമൊന്നുമില്ലാതെ, പഠിക്കാൻ മോശക്കാരനല്ലായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിക്കുന്ന ആളുകളൊക്കെ തന്നെ നല്ല രീതിയിൽ പഠിക്കുന്ന ആളായതുകൊണ്ട് മാത്രം എന്നും സ്കൂളിൽ അവസാന ബെഞ്ചിലിരിക്കുന്ന ഒരു വിദ്യാർത്ഥി. അദ്ദേഹത്തിൻ്റെ കൂടെ പഠിക്കുന്നവരൊക്കെ മികച്ച പഠിപ്പ് നന്നായി പഠിക്കുന്ന ആളുകളാണ്. പക്ഷെ അദ്ദേഹം കുറച്ച് പഠിപ്പിൽ അതുകൊണ്ട് മാത്രം മോശക്കാരന് ഒരാൾ. ഏകദേശം ആ സ്കൂളിൻ്റെ പഠനം പൂർത്തിയാക്കാതെ അവിടെ നിന്നിറങ്ങിയിട്ട് പിന്നീട് മത പഠനത്തിന് വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോകും. അവിടെയും അവരുടെ മാതാപിതാക്കൾ വളരെ ആകാംക്ഷയോടുകൂടി അവരാഗ്രഹിക്കുന്ന തരത്തിൽ ഒരു വലിയ മതപണ്ഡിതനായിട്ട് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ മാതാപിതാക്കൾക്ക് മുമ്പിൽ ആ ഒരു പ്രതീക്ഷയും പെട്ടെന്ന് തന്നെ അസ്തമിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. പിന്നീട് അദ്ദേഹം കുറച്ച് നാടൻ പണിയും മറ്റ് തൊഴിലൊക്കെ ആയിട്ട് പിന്നീട് ഗുജറാത്തിലൊക്കെ പോയി അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് അപ്പോഴും ആ മാതാപിതാക്കൾക്ക് എന്നെങ്കിലും ഒരിക്കൽ അവൻ ഞങ്ങൾ പ്രതീക്ഷ രീതിയിൽ വരുമെന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന മാതാപിതാക്കൾക്ക് ഇന്നും നിരാശയോടെ കാത്തിരിക്കാൻ മാത്രമായിരുന്നു ഭാഗ്യമുണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്തൊക്കെ ആ പാതി വഴിയിൽ സ്കൂളിൻ്റെ പഠനം നിർത്തിയപ്പോഴും മറ്റ് ജോലികളിലേക്ക്, തിരക്കേറിയ ജോലിയിലേക്കും ഹോട്ടൽ തൊഴിലിലേക്കൊക്കെ പോയപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും ആ യുവാവിൻ്റെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആരും ഒരു വിലയില്ലാതെ എപ്പോഴും കാണുന്ന തനിക്ക് എന്തെങ്കിലും ജനങ്ങൾക്ക് മുമ്പിൽ വിലയുള്ള ഒരാളായിട്ട് മാറണമെന്ന്. ആ ഒരു ആത്മവിശ്വാസം, ആ ഒരു ലക്ഷ്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വയസ്സ് പെട്ടെന്ന് ചെറുപ്പകാലത്ത്, കുട്ടിക്കാലത്ത് കളിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. കാരണം ഏകദേശം 10 വയസ്സാകുമ്പോഴാണ് മതപഠനത്തിന് വേണ്ടിയിട്ട് കൊണ്ടാക്കുന്നത്. 16 വയസ്സ് വരെ അവിടുത്തെ ചിട്ടയായ ജീവിതത്തിൽ കളിക്കാനുള്ള അവകാശങ്ങളൊന്നും ഇല്ലായിരുന്നു ആ ചെറുപ്പക്കാരൻ. പിന്നീട് അത് കഴിഞ്ഞ് 16 വയസ്സ് കഴിഞ്ഞിട്ട് അവിടെ ഗുജറാത്തിലേക്ക് പോകുന്ന സമയത്തും അതൊക്കെ തന്നെയായിരുന്നു ആ ചെറുപ്പക്കാരൻ്റെ അവസ്ഥ. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ എപ്പോഴോ വന്ന ആ സങ്കടങ്ങളും അതുപോലെ തന്നെ ആ പ്രയാസങ്ങളൊക്കെ എപ്പോഴും ഡയറിയിൽ കുറിച്ചിടുന്ന ഒരു കാലമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. പിന്നീട് അദ്ദേഹം ആ വരികളൊക്കെ ആളുകൾക്കെല്ലാവർക്കും പാടാവുന്ന, അല്ലെങ്കിൽ വായിക്കാവുന്ന, കേൾക്കാവുന്ന തരത്തിൽ പാടിയപ്പോൾ അതെല്ലാവരും സ്വീകരിച്ച്
ഇന്ന് അദ്ദേഹം ഈ ഒരു സ്കൂളിൻ്റെ വേദിയിൽ വിശിഷ്ട അതിഥിയായിട്ടെത്താൻ ഭാഗ്യം സിദ്ധിച്ചു എന്നുള്ളതാണ്. ആ അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് സെലിം കോടത്തൂർ എന്ന്. ഞാൻ ഈ കാര്യമൊക്കെ പറയാനുള്ള കാരണം എന്താ പറയുക, നമ്മളെ ജീവിതത്തിൽ ലക്ഷ്യമുണ്ടാവുക എന്നുള്ളതാണ് എപ്പോഴും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വിജയത്തിന് വേണ്ടിയിട്ടുള്ളത്. ഇത് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ ഈ ഒരു കഥ ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞു ഞാൻ 6ാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തിയ ഒരാളാണ്, അതുപോലെ തന്നെ 20ാം വയസ്സിൽ കല്യാണം കഴിച്ച ഒരാളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടുത്തെ ഒരു വിദ്യാർത്ഥി എന്നോട് പറഞ്ഞു, എന്നാൽ ഞാനും 6ാം ക്ലാസ്സിൽ വെച്ച് പഠിപ്പ് നിർത്തും, എന്നിട്ട് ഞാൻ പാട്ട് എഴുതും, ഇതുപോലെ തന്നെ അല്ല ആരെങ്കിലുമൊക്കെ പ്രേമിക്കും, എന്നിട്ട് 20ാം വയസ്സിൽ ഞാൻ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്തിനല്ല നിങ്ങളങ്ങനെയല്ലേ രക്ഷപ്പെട്ട, അതുപോലെ എനിക്ക് രക്ഷപ്പെടാം. അപ്പോൾ ഞാൻ ആ മോനോട് പറഞ്ഞത്, കേരള ഭാഗ്യക്കുറി ഒരുപാട് ആളുകൾ എടുക്കാറുണ്ട്, പക്ഷെ ഒരാൾക്കേ കിട്ടാറുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു സങ്കടവും അതുപോലെ തന്നെ സന്തോഷവും പരീക്ഷണങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ നിറഞ്ഞ വലിയൊരു സമ്മിശ്ര കടൽ എന്നൊക്കെ പറയാൻ കഴിയുന്ന. പക്ഷെ അവിടെ നാം എത്രത്തോളം ലക്ഷ്യം മുറുകെ പിടിക്കുന്നു അവിടെയാണ് നമ്മുടെ വിജയം. നമുക്ക് ജയിക്കാൻ വലിയ വിദ്യാഭ്യാസം വേണമെന്നില്ല എന്ന് എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ പറയും, പക്ഷെ എല്ലാവർക്കും അങ്ങനെയാണെന്നല്ല പറയും. പക്ഷേ നമുക്ക് വേണ്ടത് എന്താണ്? തോൽക്കാൻ ഇഷ്ടമില്ലാത്തൊരു മനസ്സ് നമ്മുടെ മക്കൾക്കുണ്ടോ തീർച്ചയായിട്ടും അവർ വിജയം നേടിയിരിക്കുന്നില്ല. ഏത് കലങ്ങിയ വെള്ളവും ഒരു നിമിഷം ഒരു കുറച്ച് കാലത്തിന് ശേഷം തെളിയുമെന്നാണ്. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ പ്രതിസന്ധികളായിക്കോട്ടെ, നമ്മുടെ മക്കളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളായിക്കോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ 6ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയ, പഠിക്കാൻ മോശക്കാരനല്ലായിരുന്നിട്ട് പോലും മോശക്കാരനായ സ്കൂളിൻ്റെ ആനുവൽ ഡേ ഇപ്രാവശ്യം പോയപ്പോൾ അവിടെ വിശിഷ്ട വ്യക്തിയായിട്ട് ആ സ്കൂളിൻ്റെ വേദിയിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകർക്കൊപ്പം ഞാൻ വേദിയിലിരിക്കുന്നു. അന്ന് മിടുക്കരായ എൻ്റെ സഹപാഠികൾ സദസ്സിലിരിക്കും. അങ്ങനെയും വാങ്ങി കിട്ടിയ ഒരാളാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ സെൻറ്റിമെൻസിനല്ല ഈ സിമ്പതി നേടിയെടുക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റിയ ചെറിയൊരു കാര്യം എൻ്റെ കഥയുടെ രൂപത്തിൽ പറഞ്ഞെന്ന് മാത്രം. പലപ്പോഴും നമ്മൾ നമ്മുടെ മക്കളുടെ കഴിവുകളെ മറ്റു കുട്ടികളെ നോക്കിയിട്ട് കമ്പാരിസൺ നടത്തിയിട്ട് മോശക്കാരാകുന്ന, അഥവാ നാം തന്നെ നമ്മുടെ മക്കൾക്ക് ഒരു ചെറിയൊരു വരയിടും, നിന്നെക്കൊണ്ട് ഇതേ കഴിയൂ, മറ്റുള്ളവരെ നോക്കി പഠിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് നാം ചേർക്കുന്നൊരു പരിമിതിയുണ്ട്, നാം നിശ്ചയിക്കുന്ന പരിമിതി നമ്മുടെ മക്കൾക്ക്. അവിടെയാണ് നമ്മളെ മക്കൾ പലപ്പോഴും പരാജയപ്പെടുന്നത്. മറ്റുള്ളവരെ നോക്കി അവരെ പോലെ ആവാൻ ഒരിക്കലും നമ്മളെ മക്കളെ പഠിപ്പിക്കാൻ പാടില്ല. നമ്മൾ മത്സരിക്കേണ്ടത് നമ്മളോട് തന്നെയാണ്. നമ്മളോട് മത്സരിച്ചിട്ട് എനിക്ക് കഴിവില്ല എന്ന തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എന്നോട് തന്നെ മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളാവാൻ ശ്രമിക്കും. അവിടെയാണ് നമ്മുടെ വിജയം. ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് ആയതും. ഞാൻ എന്നോട് തന്നെ മത്സരിച്ചു. അന്ന് മറ്റുള്ളവരെ നോക്കി മത്സരിക്കാൻ പറഞ്ഞ എൻ്റെ മാതാപിതാക്കൾ, അവരുടെ മാതാപിതാക്കൾ എന്നെ നോക്കി പഠിക്കാൻ പറഞ്ഞു. ഇന്ന് അതാണ് കാലത്തിൻ്റെ വ്യത്യാസം. അതൊക്കെ ജീവിതത്തിലെ ലക്ഷ്യം മുറുകെ പിടിച്ചതുകൊണ്ടാണ്. നമ്മുടെ മക്കളെ മറ്റു കുട്ടികളെ നോക്കി കമ്പാരിസൺ നടത്തുന്നിടത്താണ് മാതാപിതാക്കളുടെ പരാജയം എന്ന് പറഞ്ഞതും അതുകൊണ്ടാണ്. മക്കളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിനൊപ്പം സഞ്ചരിക്കുന്ന മാതാപിതാക്കളായിട്ട് മാറാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് വിജയിക്കാൻ കഴിയുന്നുള്ളതാണ്. ഒരു ഡോക്ടറാവാൻ ആഗ്രഹിച്ച മകനെ പിടിച്ച് നിങ്ങൾ എൻജിനീയർ ആവാൻ ശ്രമിക്കുന്നിടത്താണ് നമ്മുടെ പരാജയം. അതുപോലെ തന്നെയാണ് ഇപ്പം ഞാൻ കുറച്ച് സ്കൂളുകളിലൊക്കെ ഇതുപോലെ മോട്ടിവേഷൻ ക്ലാസ്സിനൊക്കെ പോകാനുള്ള ഭാഗ്യം കിട്ടാറുണ്ട്. എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രതിസന്ധികളോ പ്രയാസങ്ങളൊക്കെ തന്നെ, അത് തന്നെയാണ് എൻ്റെ യൂണിവേഴ്സിറ്റിയൊക്കെ. പക്ഷേ അവിടെയൊക്കെ എനിക്ക് നേടാൻ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ, കുട്ടികളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് പറയാൻ ഒരാളില്ല, അല്ലെങ്കിൽ എന്നെ കേൾക്കാൻ ഒരാളില്ല. അവിടെയാണ് നമ്മുടെ മാതാപിതാക്കൾ പലപ്പോഴും തോറ്റുപോകുന്നത് എന്നുള്ളതാണ്. നമ്മൾ മാതാപിതാക്കളോട് ചോദിക്കുക, ആരാണ് നിൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുണ്ടാവുക, എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ, എനിക്ക് പിരിയാൻ പറ്റാത്ത കൂട്ടുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലാണ് നമ്മുടെ കൂട്ടുകാരൻ. അതിനെ മാത്രമാണ് നമുക്ക് പിരിയാൻ മനസ്സില്ലാത്തത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും കേൾക്കാനുണ്ടെങ്കിൽ അവരെ കേൾക്കാനുള്ള മനസ്സുള്ള മാതാപിതാക്കളായിട്ട് നമ്മൾ മാറാം. ഞാൻ അങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ വിജയം കണ്ടത്. ഇവിടെ എല്ലാവരും പ്രതീക്ഷിച്ച ഇവിടുത്തെ പോസ്റ്റ് ഞാൻ ഇൻസ്റ്റയിലിട്ട സമയത്തും ഇവിടുത്തെ മാനേജ്മെൻറ്റും എന്നോട് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത്, എന്നേക്കാൾ കൂടുതൽ ആവശ്യപ്പെട്ടത് എൻ്റെ ഹന്നമോളെയായിരുന്നു. അവിടെ എത്രമാത്രം അഭിമാനിക്കുന്ന സന്തോഷിക്കുന്ന ഒരു പിതാവായിട്ട് ഞാൻ മാറിയതും ഇതേ പ്രതിസന്ധികൾ മറികടന്നുകൊണ്ട്
ഇന്ന് എന്നേക്കാൾ അറിയപ്പെടുന്ന ഒരു മകളുടെ പിതാവായിട്ട് അറിയപ്പെടാൻ ഭാഗ്യം ലഭിച്ചതൊക്കെ ആ ഒരു കാറ്റഗറിയിലാണ്. സത്യത്തിൽ ഞാൻ അഭിമാനിക്കുന്നതൊക്കെ എൻ്റെ ആ മകളെ ഓർത്താണ്. കാരണം ഇന്ന് എൻ്റെ മകളുടെ പ്രായം 11 വയസ്സാണ്. ആ 11 വയസ്സുള്ള മകൾ ഇന്ന് 11 സെൻറ്റ് ഭൂമി സ്വന്തമായി വാങ്ങിയ ഒരാളായി എൻ്റെ മകൾ. അത് എങ്ങനെയാണ് കഴിഞ്ഞത്? എൻ്റെ മകൾക്ക് വേണ്ട ഊർജം ഞാൻ നിന്നു കൊടുത്തു. ആദ്യമൊക്കെ സഹതാപത്തിൻ്റെ കണ്ണുകളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നാൽ ഇന്ന് അതെല്ലാം മാറി എല്ലാവരും വലിയ ഒരു സെലിബ്രിറ്റിയെ കാണുന്ന പോലെ എൻ്റെ മകളെ കാണുകയും അവളെ കാണാൻ ആഗ്രഹിക്കുകയും കാണുന്നിടത്തൊക്കെ വാരിയെടുക്കുകയും ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ ഒരു പിതാവെന്ന നിലയ്ക്ക്, ഒരു മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷമൊക്കെ അത്രയും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അങ്ങനെ ആവാനുള്ള ഭാഗ്യം നിങ്ങൾക്കും ഉണ്ടാവാനാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലായിടത്തും പറയുന്നത്. കാരണം ഇരിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും ഭാഗ്യമുള്ള പിതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൃഷ്ടാവിൻ്റെ മുന്നിൽ അഭിമാനത്തോടെ നെഞ്ഞത്ത് കൈവച്ച് കൈ ഉയർത്തി എനിക്ക് പറയാൻ കഴിയും, എന്നോളം ഭാഗ്യമുള്ള പിതാവ് ലോകത്തില്ലെന്ന്. കാരണം 11 വയസ്സായ ആ ഒരു കുട്ടിയുടെ പിതാവായിട്ട് അറിയപ്പെടുക എന്നാൽ ചില്ലറ കാര്യമല്ലല്ലോ. ഞാൻ 15 വർഷത്തോളം പണിയെടുത്ത് പല പാട്ടുകൾ പാടിയിട്ട് കിട്ടാത്ത പ്രശസ്തിയൊക്കെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് എൻ്റെ മകൾ ഞൊണ്ടിക്കൊണ്ടുപോയത്. അതും എന്താണ്, ആ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കാനുള്ള ഊർജമായിട്ട് നിന്നുകൊടുത്ത ഒരു പിതാവിൻ്റെ വിജയമായിരുന്നു അവിടെ. അങ്ങനെ കഴിയണം നമ്മുടെ മക്കൾക്ക്. അതുപോലെ തന്നെയാണ് നമ്മൾ ഏതൊരു സ്കൂളിൽ പഠിച്ച് എന്നതിലല്ല, നന്നായിട്ട് ഇംഗ്ലീഷ് പറയുക എന്നതൊരു വിദ്യാഭ്യാസമല്ല, ഒരു ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുക എന്നുള്ളതൊരു വിദ്യാഭ്യാസമല്ല. ഏറ്റവും വലിയ വിദ്യാഭ്യാസം എന്നത് തിരിച്ചറിവാണ്. ആ തിരിച്ചറിവാണ് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുക. മാതാ പിതാ ഗുരു ദൈവം, ഇത് നമ്മുടെ മക്കൾ തിരിച്ചറിഞ്ഞുവോ അവിടെ മക്കൾ നല്ലൊരു വിദ്യാർത്ഥിയാവും. മാതാവിനെയും പിതാവിനെയും അതുപോലെ തന്നെ അധ്യാപകരെയും മുതിർന്നവരെ കാണുമ്പോൾ ഒന്ന് ബഹുമാനിക്കാനുള്ള, ചിരിച്ചുകൊണ്ടെങ്കിലും ബഹുമാനം കൊടുക്കാവുന്ന ഒരു വിദ്യാഭ്യാസം അവർ നേടിത്തുടങ്ങിയാൽ അവിടെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ, ഏറ്റവും നല്ല വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ പടി തുടങ്ങുന്നതെന്നാണ്. അതിന് ടീച്ചർമാർ മാത്രം, അധ്യാപകർ മാത്രം വിചാരിച്ച് നടക്കില്ല. നമ്മളെ മാതാപിതാക്കൾ കൂടി അതിന് തയ്യാറാവുക. തീർച്ചയായിട്ടും വിജയമുണ്ടാവും. അങ്ങനെ വിജയിച്ച മാതാപിതാക്കളായിട്ട് മാറാൻ നമുക്കൊക്കെ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് കൂടി ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഇത്രയും നല്ലൊരു വേദിയിലേക്ക്, ഇത്രയും നല്ല സദസ്സിലേക്ക്, ഇത്രയും നല്ല ദിനത്തിലേക്ക് എന്നെ ക്ഷണിച്ച സ്കൂൾ മാനേജ്മെൻറ്റ് മാത്രമല്ല നമ്മുടെ ഷേജി ടീച്ചർ, ഇത് എന്നെ ബുക്ക് ചെയ്ത അന്ന് മുതൽ എല്ലാ ദിവസവും വിളിച്ച് ഓരോ ദിവസത്തെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊക്കെ വലിയ സന്തോഷം തോന്നുന്നു. എന്തായാലും ഈ ഒരു നല്ല വേദി സമ്മാനിച്ച ഈ ഒരു മാനേജ്മെൻറ്റിന് അതുപോലെ തന്നെ ഷേജി ടീച്ചർക്കൊക്കെ എല്ലാവിധ നന്ദികളും അറിയിച്ചുകൊണ്ട് ഈ ഒരു നല്ല ആനുവൽ ഡേ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നടക്കുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവിധ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം. Please applause your hands. Please clap your hands. Give a big hand. Come on parents, give a big hand. It's your children on stage. Thank you sir. Thank you Adnan. Mohammad Rayan, KM. Mohammad Rayan, KM. Come on parents, applause your kids. Rishan PR. Rishan PR. Ikra Fatima PY. Fatima Riha MS. Fatima Riha MS. UKG Topper Mohammad Mazin AS. UKG Topper Master Mohammad Mazin AS. Class 1 to 7, the toppers are for class first Hamdan MK. Second standard Mohammad Zayan CN. Second standard Mohammad Zayan CN.
Third standard, Sai Krishna. Sai Krishna AS. Fourth standard, Minna Naurin AS. Minna Naurin AS. Fifth standard, Janet PJ. Fifth standard, Janet PJ. Sixth standard, Mohammad Afla BN. Sixth standard, Mohammad Afla BN. Seventh standard, Mohammad Ishan. Thank you, sir. Thank you very much. Come on, parents. I kindly request you applause your kids. Shensa VS, first standard. Shensa VS, first standard. Mohammad Rashid, fifth standard. Mohammad Rashid, fifth standard. Thank you, sir. Saida Faison KS, UKG. Natasha Najib, A, second standard. Mohammad Masin AS, UKG. Coloring competition, Aslan Asim LKG. Aisha Neba KS. Shensa VS. Natasha Najib. Shensa VS. Natasha Najib. Minna Nauri. Sai Krishna AS.
Musabaga Islamic Arts Competition. Ahmad Sayan Al-Sham. Thank you. But I kindly request our chairperson to remain on the stage. Here is the time to appreciate the teachers of Olive International School who have been over 10 years doing their service over here. But first of all, I would like to appreciate and encourage. He is a person who I want to say, our chairman, Sir Abdul Sattar sir. What I learned from him is a small proverb for him. Small things make perfection. You can learn from him is that he is very perfect in small things. But perfection is not a small thing. Do you agree with me? Yes or no? Yes. Small things makes perfection, but perfection is not a small thing. So I think I don't want to say anything else about our chairperson. And now I request Salim sir to give away the memento to our chairperson. All of you please give a very big hands to him. Come on, all of you please encourage. Parents, ladies and gentlemen, please see that you just encourage your teacher. Thank you, sir. Thank you, ma'am. Next, Mrs. Chitra Satish, the UKG teacher who was handling UKG, and she is really a marvelous teacher. She loves the children more, and I hope all the parents will do agree with me for this. Thank you, sir. Thank you, Chitra ma'am. The next is Suguna Shashidharan. Suguna Shashidharan on stage, please. Come on, parents. Please encourage. Mrs. Shabina Hydros. Mrs. Shabina Hydros, the teacher of LKG, very sincere, hardworking and dedicated teacher of Olive International School. Come on, parents and teachers, please give a very big hands to her. Sajna Suleiman, who is the backbone of Olive International School. Without her, I do appreciate that nothing is possible in the school, right? Last but not least, I would like to appreciate Mr. Haridas MK, the driver of Olive International School, and proud to say that he is the driver of Olive International, who is very sincere in his work and dedicated in his work. Thank you, sir. Thank you very much. നമ്മുടെ 18ാമത്തെ ആനുവൽ ഡേ സെലിബ്രേഷനാണ്. അതിൽ കഴിഞ്ഞ 10 വർഷങ്ങളിലും ഈ PTA ഭാരവാഹിയായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂളിൻ്റെ പടിപടിയായ വളർച്ച നമ്മൾ കാണുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ വർഷം മുതൽ 8ാം ക്ലാസ് തുടങ്ങുക, അത് വലിയ കാര്യമാണ്. സത്താർ സാറുടെ പിന്നെ ഇവിടുത്തെ ടീച്ചർമാരുടെയും വലിയ പരിശ്രമം കൊണ്ടാണ് അത് ഉണ്ടാവുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഈ സ്കൂളിൽ നിന്ന് വേറെ സ്കൂളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഇവിടുത്തെ കുട്ടികൾക്ക് നമ്മുടെ ഇവിടുത്തെ ടീച്ചർമാർ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ അളവ് വളരെ കൂടുതലായിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ സത്താസാദ് പറഞ്ഞിരുന്നു 8ാം ക്ലാസ് ഈ വർഷം ഉണ്ടെങ്കിൽ നമ്മുടെ മൂത്ത കുട്ടി ഇവിടുന്ന് പോവില്ലായിരുന്നു എന്ന്. അതായത് വേറെ സ്കൂളിലേക്ക് പോകുമ്പോൾ, സ്കൂളിൻ്റെ കുറവല്ല, നമ്മുടെ സ്കൂളിലത്തെ ടീച്ചർമാർ
അല്ലെങ്കിൽ നോൺ ടീച്ചിങ് സ്റ്റാഫ് കുട്ടികൾ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വേറെ സ്കൂളിലെ ആ ട്രാക്കിലേക്ക് വീഴാൻ വേണ്ടി കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ ഈ വർഷം തൊട്ട് 8ാം ക്ലാസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന കുട്ടികൾ നമ്മുടെ സ്കൂളിൽ നിന്ന് കുട്ടികൾ പോകാതിരിക്കലും നമുക്കറിയാവുന്ന കുട്ടികൾ ഇതിൽ കൂടി ചേർക്കലും നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കളുടെ കടമയാണ്. അപ്പോൾ എല്ലാവരും ചെയ്യണം. സ്കൂളിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയിൽ എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഈ മാമാങ്കത്തെ ദിവസം ഇന്നത്തെ ദിവസത്തിൽ എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. तू ही तो जन्नत मेरी, तू ही मेरा जुनून, तू ही तो जन्नत मेरी, तू ही रूह का सुकून, तू ही अखियों की ठंडक, तू ही दिल की है दस्तक, और कुछ ना जानूं मैं, बस इतना ही जानूं तुझ में रब दिखता है यारा, मैं क्या करूं तुझ में रब दिखता है यारा, मैं क्या करूं सजदे सर झुकता है यारा, मैं क्या करूं तुझ में रब दिखता है यारा, मैं क्या करूं। कैसी है ये दूरी, कैसी मजबूरी, मैंने नजरों से तुझे छू लिया, ओ कभी तेरी खुशबू, कभी तेरी बातें, बिन मांगे जहाँ पा लिया, तू ही दिल की है रौनक, तू ही जन्मों की रौनक, और कुछ ना जानूं बस इतना ही जानूं तुझ में रब दिखता है यारा, मैं क्या करूं तुझ में रब दिखता है यारा, मैं क्या करूं सजदे सर झुकता है यारा, मैं क्या करूं तुझ में रब दिखता है दिल विच हसदी 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 हसदी
തട്ടിലെ മുത്തിനെ ഹാസിലാക്കണ മുത്തിവനാണ് ആറ്റിലെത്തിയൊരമ്പിളിവിളിയെ ചുണ്ടയെറിഞ്ഞൊരു മുക്കുവനാണ് കടലാഴ തട്ടിലെ മുത്തിനെ ഹാസിലാക്കണ മുത്തിവനാണ് ഇഷ്ടമോതിയിടുവാൻ പെണ്ണെ മടിയെന്തിനാ കൽബ് തന്നിടുവാൻ നാണമിനി എന്തിനാ മഹറ ഞാൻ വന്നില്ല നീ എൻ്റെതാകുമോ സ്നേഹക്കടലായി എൻ്റെ മാത്രമാകുമോ നാണം നീ മാറ്റിയിടുമോ എൻ്റെ പെണ്ണായി വന്നിടുമോ എൻ്റെ സ്നേഹത്തിൻ പൂങ്കാവില മധുരം പൂവാകുമോ എത്ര നാളു കാത്തിരുന്നു ഒന്നു കാണുവാൻ എത്ര നാളു ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ എത്ര നാളു കാത്തിരുന്നു ഒന്നു കാണുവാൻ എത്ര നാളു ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ ആറ്റിലെത്തിയൊരമ്പിളിവിളിയെ ചുണ്ടയെറിഞ്ഞൊരു മുക്കുവനാണ് കടലാഴ തട്ടിലെ മുത്തിനെ ഹാസിലാക്കണ മുത്തിവനാണ് ആറ്റിലെത്തിയൊരമ്പിളിവിളിയെ ചുണ്ടയെറിഞ്ഞൊരു മുക്കുവനാണ് കടലാഴ തട്ടിലെ മുത്തിനെ ഹാസിലാക്കണ മുത്തിവനാണ് പൂവായിരം ചൂടി നീ പോരണം എൻ്റെ ഇണയായി നീ എന്നും ചേർന്നിടണം ലെങ്കും പൊന്നായി നീ എന്നും മിന്നിടണം കൊഞ്ചും കുയിലായി നീ എന്നും പാടിയിടണം എന്നും നിഴലാകണം എൻ്റെ കരളായി നീ മാറണം എൻ്റെ മുഹബത്തിൻ തേനാകണം എൻ്റെ ജീവനായി മാറണം എത്ര നാളു കാത്തിരുന്നു ഒന്നു കാണുവാൻ എത്ര നാളു ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ എത്ര നാളു കാത്തിരുന്നു ഒന്നു കാണുവാൻ എത്ര നാളു ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ ആറ്റിലെത്തിയൊരമ്പിളിവിളിയെ ചുണ്ടയെറിഞ്ഞൊരു മുക്കുവനാണ് കടലാഴ തട്ടിലെ മുത്തിനെ ഹാസിലാക്കണ മുത്തിവനാണ് ആറ്റിലെത്തിയൊരമ്പിളിവിളിയെ ചുണ്ടയെറിഞ്ഞൊരു മുക്കുവനാണ് കടലാഴ തട്ടിലെ മുത്തിനെ ഹാസിലാക്കണ മുത്തിവനാണ്. താങ്ക് യു. എല്ലാരും ഉഷാറായിട്ട് നല്ലൊരു കൈയടി തരുമോ? പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രക്കുളി നാളാണേ പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രക്കുളി നാളാണേ പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും നക്കുളി നാളാണേ പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും നക്കുളി നാളാണേ ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിതിറങ്ങുന്നു ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിതിറങ്ങുന്നു ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിലിറങ്ങുന്നേ ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിലിറങ്ങുന്നേ ആവോ ദാമാരോ നാലാൾ കൂടണല്ലോ ആവോ ദാമാരോ നാടാകെ ചുറ്റണല്ലോ ആവോ ദാമാരോ നാടാകെ കൂടിയിട്ട് ആവോ ദാമാരോ രാക്കുളി കൂടണല്ലോ ദേശം കിട്ടിക്കാരക്കാരും ഭരത്തന്മാരും അങ്ങെത്തിയല്ലോ ദേശം കിട്ടിക്കാരക്കാരും ഭരത്തന്മാരും അങ്ങെത്തിയല്ലോ ദേശം ചുറ്റുകാരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ ദേശം ചുറ്റുകാരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ ആവോ ദാമാരോ വിണ്ടി ഒടിച്ചു വന്നേ ആവോ ദാമാരോ വിണ്ടിയും കുത്തിയല്ലോ ആവോ ദാമാരോ വൈത്തിരി കത്തുന്നല്ലോ ആവോ ദാമാരോ ലോകത്തിൻ കൊണ്ടിളക്കേ
ഓലച്ചൂട്ടുമെരിയുന്നേ നടന്നോരെത്താരും അറിയുന്നേ ഓരം ചേർന്നു നടന്നോരും പല പാണ്ടിക്കുന്ന് കയറുന്നേ ഓലച്ചൂട്ടുമെരിയുന്നേ നടന്നോരെത്താരും അറിയുന്നേ ഓരം ചേർന്ന് നടന്നോരും പല പാണ്ടിക്കുന്ന് കയറുന്നേ ഓരം ചേർന്ന് നടന്നോരും പല പാണ്ടിക്കുന്ന് കടന്നോരും ഇറ്റത്താകെ നിറക്കുന്നേ നിറമാനം മെല്ലെ നിറക്കുന്നേ ഓരം ചേർന്ന് നടന്നോരും പല പാണ്ടിക്കുന്ന് കടന്നോരും ഇറ്റത്താകെ നിറക്കുന്നേ നിറമാനം മെല്ലെ ഇരിക്കുന്നേ ആവോ ദാമാരോ മക്കുമുയരണല്ലോ ആവോ ദാമാരോ മറുവരവിനന്നേ ആവോ ദാമാരോ ഇമ്പുമുറുകണല്ലോ ആവോ ദാമാരോ ഒല്ലുമെറിയണമേ നെഞ്ചിൽ തഞ്ചമൊരുങ്ങുന്നേ അവരഞ്ചാം കുന്ന് കയറുന്നേ പള്ളിക്കുന്നിലെ മുറ്റത്ത് പടപൂടി ഗംഗമൊരുങ്ങുന്നേ നെഞ്ചിൽ തഞ്ചമൊരുങ്ങുന്നേ അവരഞ്ചാം കുന്ന് കയറുന്നേ പള്ളിക്കുന്നിലെ മുറ്റത്ത് പടപൂടി ഗംഗമൊരുങ്ങുന്നേ കൺവെണ്ടുമ്പി ചുഴറ്റുന്നേ കടുവാ കണ്ണ് കലങ്ങുന്നേ കമ്പന്മാരവ രണ്ടാളും അവർ നേരെ വാനതടുക്കുന്നേ കൊമ്പൻതുമ്പി ചുഴറ്റുന്നേ കടുവാ കണ്ണു കലങ്ങുന്നേ കമ്പന്മാരവ രണ്ടാളും നേരെ വാനതടുക്കുന്നേ ആവോ ദാമാരോ മുണ്ടുമുറുകനല്ലോ ആവോ ദാമാരോ വന്ന് പറക്കനല്ലോ ആവോ ദാമാരോ അപ്പുമുയരനല്ലോ ആവോ ദാമാരോ വെള്ളടി വെക്കനല്ലോ പലാപ്പള്ളി പള്ളി പുകളേറും ചക്കുളി നാളായി പലാപ്പള്ളി പള്ളി പുകളേറും ചക്കുളി നാളായി പലാപ്പള്ളി പള്ളി പുകളേറും പലാപ്പള്ളി പുകളേറും ചക്കുളി. Good evening, renowned guests, respected teachers, eminent parents, friends, and dear students. Today, I feel honored and privileged to get the opportunity to propose a vote of thanks on this special occasion. First and foremost, on behalf of the entire school and each one of you, I express my humble gratitude to the great Almighty for giving the chance to celebrate this day. I would like to express our deepest appreciation and gratitude to our extreme guest of honor, Mr. Salim Kodathur, for his presence that undoubtedly added a significant aura of prestige and honor to this event. Next, I wish to acknowledge the school management members for their visionary leadership and the effort that transformed our school into a hub of knowledge and achievements. Next, I wish to extend my sincere thanks to our principal, vice principal, teachers, teaching and non-teaching staffs, and our honorable parents, tiny tots and twinkling stars of our Olive International School. Once again, I extend my heartfelt thanks to all who have contributed to the success of this event. Thank you.